കൂട്ടുകാർ, ഇതൊരു വ്യത്യസ്ത രുചിയിലുണ്ടാക്കിയ ഒരു കറിയാണ് കേട്ടോ, ഒരു നാട്ടുകൂട്ടാൻ. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിത് ഉണ്ടാക്കി ചോറിനൊപ്പം കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ വയറ് നിറച്ച് ചോറുണ്ണാം ഈ ഒരു കറി കൊണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിപ്പോൾ കുറച്ച് പരിപ്പ് വെള്ളത്തിൽ കഴുകാനിട്ടിട്ടുണ്ട്. അടുപ്പത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പരിപ്പ് കഴുകിയത് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നിസ്സാര ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കൂട്ടാനാണ് കേട്ടോ. ഇതൊരു നാട്ടുകൂട്ടാൻ. അപ്പോൾ പരിപ്പ് ചേർത്ത് കൊടുത്ത് ഇനി അതിന് കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. ഇപ്പോൾ ഉപ്പിടുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇത് കാണുമ്പോൾ എന്താണെന്ന് സംശയം തോന്നണ്ട, ഒരു തരം പാവയ്ക്കയാണെങ്കിൽ ഇതുപോലെ നീളത്തിലുള്ള പാവയ്ക്കയുണ്ട്. ഇത് എനിക്ക് അടുത്ത വീട്ടിലൊരു ചേച്ചി തന്നതാണ്. അത് ഞാൻ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ പാവയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പരിപ്പും പാവയ്ക്കയും അധികം ആരും വെച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ വെള്ളം കുറവാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ആ പാവയ്ക്കയും കൂടി വേവട്ടെ. ആ സമയം കൊണ്ട് ഞാനൊരു 4-5 ഇരുമ്പൻ പുളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ പരിപ്പും പാവയ്ക്കയും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി ഉടച്ചു കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ പരിപ്പൊക്കെ നല്ലപോലെ ഉടഞ്ഞോളും. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചേക്കണ ഇരുമ്പുളി വട്ടത്തിൽ അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് 1.5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇരുമ്പുളി വെന്തോളും. ഇപ്പോൾ ഇരുമ്പുളിയും പാവയ്ക്കയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് കടുക് കാച്ചി ഒഴിച്ചാൽ മതി. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണയിൽ കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 വറ്റൽമുളക്, പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് എരിവിന് വേറെ മുളക് പൊടി ചേർക്കണില്ല. കുറച്ച് കാന്താരി ചതച്ചത്, കാന്താരി മുളക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കാന്താരി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് കറിയിലേക്ക് കാച്ചി ഒഴിച്ച് കഴിഞ്ഞാൽ ആ കൂട്ടാൻ റെഡിയായി. അപ്പോൾ ഇതൊരു ആദ്യമായിട്ടുണ്ടാക്കിയൊരു കോംബോയാണ് കേട്ടോ ഇങ്ങനൊരു കറി. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇനി കഴിച്ചു നോക്കി. ഇനി ഞാൻ ഇടയ്ക്ക് ഇതുപോലെ പാവയ്ക്ക കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചോറിനല്ലാതെ ചപ്പാത്തിക്കും കഴിക്കാം, അപ്പത്തിനും കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങളുടെ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.